ഞാൻ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. ഇപ്പം എന്തായി? കോളേജ് ദിവസം ഏറ്റെടുത്തില്ലേ? മുൻ മാനേജറിനെ തപ്പി വിജിലൻസ് എത്തിയില്ലേ? ഇനി കർത്താവും മുരളിയും എല്ലാം അകത്താവും. കണ്ടോ, നമ്മുടെ പാർട്ടി ഭരിക്കുമ്പോഴേ എനിക്ക് പലതും ചെയ്യാൻ കഴിയും അല്ലടാ. അതിനോട് ഭീകര അന്തരീക്ഷം ഒന്നുമില്ലല്ലോ. 3 ആഴ്ച കോളേജ് അടച്ചിട്ട് ഇനിയെങ്കിലും തുറന്നൂടെ? ഒരാഴ്ച കൂടി തുറന്നിരിക്കും. സഞ്ജു, നിനക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല? ഇല്ലേ, രാത്രിയിലേക്കുള്ള ചോറെങ്കിലും ബാക്കി വെച്ചാ മതി. അത് ഞാനേറ്റ്. ലൂക്കോച്ചാ, അപ്പൊ അടുത്ത ആഴ്ച തുറക്കല്ലേ? അതങ്ങ് തീരുമാനിച്ചാ? വേഗം വേണം, ഇത് അവസാനത്തെ വർഷ. അതെ. എങ്ങനെയുണ്ടാവും? കോളേജ് തുറന്നു കഴിഞ്ഞാ പിന്നെ കുറച്ചു ദിവസം കൂടി. അതോടെ ഈ കൊല്ലം കഴിഞ്ഞല്ലേ. പിന്നെ നമ്മളെല്ലാരും പൂർവ്വ വിദ്യാർത്ഥികൾ. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരു കളിയെങ്കിലും ജയിക്കണമെന്നുണ്ടായിരുന്നു. അതിനെന്താടാ, 3 ദിവസം കഴിയുമ്പോൾ ഇത് അയക്കാലോ. അടുത്ത ആഴ്ചയല്ലേ സെന്റ് തോമസ് ആയിട്ടുള്ള കളി പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും കോളേജും തുറക്കും, നമുക്ക് കളിക്കാടാ. പ്ലാസ്റ്റർ അയച്ചാലും റെസ്റ്റ് വേണം. ഉടനെ പോയി കളിച്ചാ പിന്നെ ജയിക്കണം. എന്തു വന്നാലും ജയിക്കണം. അതേടാ, നീ കൂടെ നിന്നാ മതി, നമ്മൾ ജയിച്ചിരിക്കും. പിന്നെന്താ ജീവ, കാലുകുത്താൻ പറ്റിയില്ലേലും കൈകുത്തിയാണെങ്കിൽ ഞാൻ നിൽക്കും. അനുവേ, ഇന്ന് എന്നെ മാഷക്കാം. സഞ്ജുവിനെ കണ്ടിട്ടാണോ നീ വരുന്നേ? ഞാൻ ഹോസ്റ്റലിൽ പോയിട്ട് വരണം. പിന്നെ കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വേദി ഒഴികെ ബാക്കി എല്ലാവരും എത്തിയിരുന്നു. ആൾക്കും തൂറ്റി. കോളേജ് കൂട്ടിയപ്പോ ഹോസ്റ്റൽ അടച്ചില്ലേ, ഇപ്പൊ ആശ്രമത്തിലാ. ഞാൻ ഒരു ദിവസം വിളിച്ചിരുന്നു, താൻ അവൾ ഒഴിവാക്കിയില്ലേ? ഒഴിവാക്കി? തനിക്കറിയാലോ, പാർട്ടി കഴിഞ്ഞ് എനിക്ക് എന്തോ ഉള്ളൂന്ന്. അതൊക്കെ മാറി തുടങ്ങിയപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ആരുമില്ലാത്ത അവളുടെ ലോകത്ത് അവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നീ ആയിട്ട് അവളെ പുറത്തേക്ക് കൊണ്ടുവന്ന്. എന്നിട്ടിപ്പോ ആ കുട്ടിക്ക് വീണ്ടും എല്ലാം നഷ്ടപ്പെടാൻ ഞാനൊരു കാരണമുണ്ടല്ലോ. അപ്പൊ നീ എല്ലാം നഷ്ടപ്പെടുത്തുന്ന ആളാണ്. സ്വയം തോൽവി സമ്മതിച്ചു അല്ലേ? ഈ കളി നമ്മൾ ജയിക്കും. തോറ്റുപോയ സ്ഥലത്തുനിന്ന് നമ്മൾ ജയിച്ച് തന്നെ തുടങ്ങും. സഖാവേ, കോളേജ് തുറന്നാ വേദ വരില്ലേ? പിന്നെ ആരും ഒറ്റയ്ക്കാവില്ല. മകരമാസത്തിൽ മഴ പെയ്താലേ മലയാളം മുടിയുന്നാട്ടാ. അവനാ സിജോ. ഞാൻ അന്വേഷിച്ചു, നമുക്ക് പറ്റിയ ആളാ. ആള് തിരുമേന കെട്ടിയാ. അവനോ? അവൻ തന്നെയാ. 1-2 തവണ ഞാൻ കോളേജിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പൊ പരോളില്ല. തിരിച്ചു കയറുന്നതിന് മുമ്പ് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്. പറഞ്ഞ എന്തും ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പണി? നീ പറഞ്ഞതിൻ്റെ ഇരട്ടി തരും പണി കഴിഞ്ഞ. ഇതാ കോളേജിലെ പേനല്ലേ? അതെ. അതുകൊണ്ട് കോളേജിൽ വെച്ച് തന്നെ ഇത് ചെയ്യണം. എല്ലാവരും അറിയണം. ബാക്കി പിള്ളേരെ മാനേജ് ചെയ്യാൻ എൻ്റെ ആൾക്കാർ അവിടെ ഉണ്ടാവും. ശരി. പിന്നെ വീൽ ചെയറിൽ നടക്കാൻ പോലും ബാക്കി വെക്കണ്ട, തീർത്തേക്കണം.
വർമ്മ കോളേജ് സെന്റ് തോമസ് കോളേജുമായി അവരുടെ വിസിൽ മുഴങ്ങുന്നു. ശ്രീ വർമ്മ കോളേജിന്റെ കിക്ക് ഓഫ് റൺ ചെയ്യെടുക്കുന്നു. കിക്ക് ഓഫ് അതാ പുറത്തേക്ക് അടിക്കുന്നു ശ്രീ വർമ്മ കോളേജ്. അതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ? അതെ, കളിയുടെ ആദ്യ സെക്കൻഡിൽ തന്നെ ശ്രീ വർമ്മ കോളേജിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ. അതാ അവരുടെ കരുത്തനായ കളിക്കാരൻ അനൂപ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു സഞ്ജയിന് പകരക്കാരനായി. വർമ്മ കോളേജിൽ ഇറങ്ങുന്നത് ക്യാപ്റ്റനും യൂണിയൻ ചെയർമാനുമായ ജീവൻലാലിന്റെ സെൻട്രൽ ബാക്കിന്റെ കരുത്തിലാണ്. സെന്റ് തോമസിന്റെ ഒരു ബിൽഡപ്പ്. സച്ചിൻ തന്റെ മികവ് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഒത്തൊരുക്കത്തോടെ സെന്റ് തോമസ് പതിയെ കളിയുടെ നിയന്ത്രണം മികച്ചൊരു ക്രോസ് അസുർദീനിലേക്ക്. അസുർദീൻ അതാ പന്തുമായി ചേർന്നു. ഇവിടെ മികച്ചൊരു ജീവ, അവരെ ഫോർവേഡ് നീ മാർക്ക് ചെയ്യണം. അജയ്, നീ ലെഫ്റ്റ് വിങ് കളിച്ചേ. ഇനി ബാക്ക് ഇറങ്ങണ്ട. നമ്മുടെ കളി കാണാൻ ഇത്രയും ആളുകൾ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? അവർ കളി കാണാൻ വന്നവരല്ല, ഈ കോളേജ് അടച്ചപ്പോ തോറ്റുകൊണ്ടിറങ്ങിയവരാണ്. അത് തുറക്കുമ്പോ ജയിച്ചുകൊണ്ട് കയറാനാണ് അവരവിടെ കാത്തിരിക്കുന്നത്. നമുക്കൊപ്പം ജയിക്കാം. ശരിയാണ്, നമുക്കെതിരെയുള്ളത് വളരെ നല്ല ടീമാണ്. പക്ഷെ അവരുടെ ഒരു പാളിച്ച മതി ഇത്രയും പേർക്ക് ജയിക്കാൻ. ഒരു ഗോൾ കൂടുതൽ മതി നമുക്കൊരിക്കലും തോൽക്കാതിരിക്കാം. ഒരു ഗോൾ. എന്താടാ? എടാ, നിനക്ക് നല്ല പണി വരുന്നുണ്ട്. നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. എങ്ങോട്ട് പോകാനാ രഞ്ജ? എടാ, ഇത്രയും ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റുന്ന വേറെ ഏത് സ്ഥലവും എനിക്കുള്ളത്? നിന്നെ ഇവിടെ ഇട്ട് അവർക്ക് തീർക്കാനോ പരിപാടിന്ന്.